കഥ തുടങ്ങുകയാണ്. ഒരു തീവ്രവാദിയെ പിടിക്കാൻ വേണ്ടി 2 സുഹൃത്തുക്കളായ 2 ജവാന്മാർ പാകിസ്ഥാനിലേക്ക് പോയി. ബോർഡറിൽ വെച്ച് അവിടെ വെച്ച് ഒരു തീവ്രവാദിയെ പിടിക്കാൻ വേണ്ടി അവർ ഏകദേശം പിടിച്ചില്ല എന്ന മട്ടിൽ നിൽക്കുമ്പോൾ നമ്മുടെ കഥാനായകൻ്റെ പിഴവ് മൂലം തീവ്രവാദികൾ അവരെ വിട്ടു വളഞ്ഞു. അവരൊരു ട്രക്കുമായി എടുത്തു ഓടി. വണ്ടി ഓടിച്ചു പോകുമ്പോൾ സുഹൃത്ത് പറയുന്നുണ്ട്, നിന്റെ ഒരൊറ്റ കാരണമാണ് ഈ ദൗത്യം നമുക്ക് പാളിയതെന്ന്. പക്ഷേ അവരെ പിന്നാലെ തീവ്രവാദികൾ തോക്കും പിടിച്ചുകൊണ്ട് അവരെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് അവരുടെ നേരെ പട്ട അച്ചിട്ട് വണ്ടിയിൽ ഓടി വരികയാണ്. ഒരുവിധം രക്ഷപ്പെട്ട് അവർ ഒരുവിധം എല്ലാ തീവ്രവാദികളെയും വെടിവെച്ചിട്ട് ഒരു സമയത്ത് അവർ കുടുങ്ങി എന്ന് പോലും നമുക്ക് തോന്നുന്ന നിമിഷം. പക്ഷേ അവർ രക്ഷപ്പെട്ടു. അങ്ങനെ അദ്ദേഹത്തിൻ്റെ ആ പിഴവിൽ സംഭവിച്ച സംഭവം, ആ പിഴവ് കൊണ്ട് നായകനെ മിലിറ്ററിയിൽ നിന്നും പിരിച്ചുവിടുകയാണ്. എന്നെ നായകൻ നാട്ടിലെത്തി. തൻ്റെ കാമുകിയെ കണ്ടു. കാമുകി കുറേ ചീത്ത പറയുന്നുണ്ട്. പക്ഷെ അവസാനം ഒരു വിധത്തിൽ കോംപ്രമൈസ് ചെയ്തു കാമുകിയും കാമുകനും ഇണചേർന്നു. അത് കഴിഞ്ഞ് അവൻ വല്ലേ കാമുകിയുടെ വീട്ടിൽ നിന്നും ചാടി പുറത്തു പോകുമ്പോൾ കാമുകൻ്റെ അച്ഛനെ അവനെ പിടിച്ചു. എനിക്ക് നിന്നെ ഇഷ്ടമല്ല, നീ എൻ്റെ മകളെ വിട്ട് പോവുക തന്നെ ചെയ്യണം എന്നൊക്കെ പറഞ്ഞ് ഭീഷണിപ്പെടുത്തി. അതിനെ പിറ്റേന്ന് അവർ ട്രക്കിങ്ങിന് പോവുകയാണ്. സുഹൃത്തുക്കളെ, ട്രക്കിങ്ങിന് പോവുകയാണ്. അങ്ങനെ ട്രക്കിംഗ് ചെയ്യുന്നതിനിടയിൽ നായകൻ നായികയോട് പറയുന്നുണ്ട്, തൻ്റെ കാമുകിയോട് പറയുന്നുണ്ട്, നിൻ്റെ അച്ഛന് എന്നെ ഇഷ്ടമല്ല എന്ന്. പക്ഷേ കാമുകി പറയുന്നുണ്ട്, അതെനിക്കറിയാം, പക്ഷേ എനിക്ക് നിന്നെ ഇഷ്ടമാണ്, നിന്നെ ഒഴിവാക്കാൻ എനിക്ക് ഒരിക്കലും കഴിയില്ല എന്ന്. അങ്ങനെ ഏതായാലും അവർ അരയിലൊക്കെ ബെൽറ്റ് കെട്ടി ഒരു മല കീഴടക്കാൻ പോവുകയാണ്. ആ മലയുടെ മുകളിലേക്ക് അവർ കയറി ചെല്ലുന്നതിനിടയിൽ നായികയുടെ കാൽ സ്ലിപ്പായി നായിക താഴോട്ട് വീണു. നായികയുടെ റോപ്പ് മുറുകി നായിക തൂങ്ങിയാടി. ആ ആട്ടത്തിൽ നായികയുടെ തല വെച്ചടിച്ചു. നായികയുടെ തല പൊളർന്നു. ഏതൊക്കെയോ ദൈവത്തിൻ്റെ കാവൽ മാതിരി നായകൻ ഇറങ്ങി അവരെ ഹോസ്പിറ്റലിലേക്ക് എത്തി. നായകൻ്റെ അച്ഛൻ അവനെ അടിച്ചു. ഇനി എൻ്റെ മകളെ നീ കാണരുത് എന്ന് പറഞ്ഞ് നായിക കുറേ കോമയിലേക്ക് പോയി. അങ്ങനെ കുറച്ച് കാലത്തിന് ശേഷം നായിക കണ്ണു തുറന്നു. അങ്ങനെ നായികയുടെ അച്ഛനും